ആശ്രയിത്ത് ഈ വിധി അനിൽ രാജു എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ പോകാനുള്ള ഒരു പ്രൊവിഷനോടെ കിടപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്ര തിടുക്കത്തിൽ അപ്പീലുമൊക്കെ ഹൈക്കോടതിയിൽ പോയത് തിരുവനന്തപുരം വെസ്റ്റിൽ മത്സരിക്കാൻ ആഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ഈ പറയുന്ന അനിൽ രാജുവിന് അവിടെ സീറ്റില്ല, പകരക്കാരായിരിക്കും? അനിൽ രാജുവിന്റെ മത്സര സ്വപ്നം ഇവിടെ പൊലിയുകയാണ് ഈ വിധിയോടുകൂടി, അപ്പീൽ തള്ളുന്നതോടുകൂടി. സുഹൈൽ, ആന്റണി രാജു ഏറെ പ്രതീക്ഷയോടെയാണ് ഈ നെടുമങ്ങാട് കോടതിയുടെ വിധി മാറ്റിക്കിട്ടാനുള്ള ഒരു അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് പോയത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ അനുകൂല വിധി വരാത്തത് അദ്ദേഹത്തിന് ഏറ്റ ഒരു തിരിച്ചടിയാണ്. അനുകൂല വിധി ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന സീറ്റിൽ അദ്ദേഹം തന്നെ മത്സരിക്കാനായിരുന്നു ധാരണ. കഴിഞ്ഞ 13-ാം തീയതി AKG സെൻട്രലിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവായ ഡോക്ടർ KC ജോസഫും CPM നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെയാണ് സീറ്റ് എന്ന കാര്യം അവിടെ ഉറപ്പാക്കിയിരുന്നു. ആന്റണി രാജുവിന് അനുകൂലമായ വിധി 16-ാം തീയതി ഉണ്ടാകുമെന്നും അതനുസരിച്ച് ആ വിധി അനുസരിച്ചുള്ള തീരുമാനമെടുക്കാമെന്നുമായിരുന്നു ധാരണ. ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി ഒരു തീരുമാനം വരാത്ത സാഹചര്യത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് മറ്റൊരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കണമെന്നാണ് തീരുമാനം. നേരത്തെ വിജയൻ തോമസ് എന്നുള്ള നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് അദ്ദേഹം BJPയിലേക്ക് പോയി. ഇപ്പോൾ BJPയിൽ നിൽക്കുന്ന ഒരാളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാവുന്ന തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വിജയൻ തോമസിനെ എന്തായാലും മത്സരിപ്പിക്കില്ല എന്നൊരു നിലപാടാണ് ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു ഒഴികെയുള്ള ആളുകളെല്ലാം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് തന്നെ ഇനി ആന്റണി രാജു ആയിരിക്കും തീരുമാനിക്കുക ആരാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന് വേണ്ടി ഇവിടെ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുക. സെൻട്രൽ സീറ്റ് എന്തായാലും ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ. അവിടെ ആന്റണി രാജുവിന് പകരം ആരാണെന്ന കാര്യത്തിൽ ഇനി വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും. കാരണം 23 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. അതിനു മുമ്പ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി മറ്റൊരു വിധി, അനുകൂല വിധി സമ്പാദിക്കുമെന്ന് പറയുക വയ്യ. അതുകൊണ്ട് തന്നെ ഇനി ആന്റണി രാജുവിന് കനത്ത പ്രഹരമാണ്, കനത്ത തിരിച്ചടിയാണ്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നെടുമങ്ങാട് കോടതി വിധിച്ച വിധിക്കെതിരെ ഹൈക്കോടതി അപ്പീലുമായി എത്തുന്നത്. ഹൈക്കോടതിയുടെ വാദഗതികളിലൊക്കെ ഈ പറയുന്നത് പോലെ തൊണ്ടി മുതൽ മാറ്റിയതിന് തെളിവുണ്ടോ? എന്തുകൊണ്ട് ഈ പറയുന്ന ഈ സമയത്തൊക്കെ ആന്റണി രാജു ജൂനിയർ മാത്രമായിരുന്നു, സീനിയറായ ആളുകൾ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ലെന്ന് അടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഹൈക്കോടതി ഉയർത്തിയിരുന്നു. പക്ഷേ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇതിനെല്ലാം മറുപടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. വാദഗതിയിൽ അനുകൂലമെന്നോണമല്ല രീതിയിലാണ് ചില വാദഗതികൾ കോടതിയിൽ നിന്നുണ്ടായത്. പക്ഷേ വിധി അത്തരത്തിലല്ല വന്നിരിക്കുന്നത്. കനത്ത പ്രഹരമാണ്, കനത്ത തിരിച്ചടിയാണ്. സുപ്രീം കോടതിയിൽ പോകാനുള്ള പ്രൊവിഷൻ അവിടെ കിടപ്പുണ്ടെങ്കിലും അതിനുള്ളൊരു സമയപരിധി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളതിനുള്ളിൽ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ശ്രീത്ത് ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതി സമീപിക്കാം, പക്ഷേ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള തീയതിക്ക് എത്തിക്കഴിഞ്ഞു. അതിനുള്ളിലൊക്കെ ഈ വ്യവഹാരം തീർക്കാനാകുമെന്നത് നമുക്ക് കരുതാനാകില്ല. അതിനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇപ്പോൾ രണ്ട് കോടതിയിൽ നിന്ന് നെടുമങ്ങാട് കോടതിയുടെ വിധി മാറ്റിക്കിട്ടാൻ, അതിന് സ്റ്റേ കിട്ടാൻ വേണ്ടി ആദ്യം തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ആന്റണി രാജു സമർപ്പിച്ചത്. അവിടെയും അദ്ദേഹം ഈ പ്രയർ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് ജൂനിയറായ ഒരു അഭിഭാഷകൻ മാത്രമായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുമ്പോൾ തൻ്റെ സീനിയറായ അഭിഭാഷകരെ എന്തുകൊണ്ട് പ്രതി ചേർക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യമാണ് ആന്റണി രാജുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചോദിച്ചത്. അതേ പ്രയറുമായിട്ടാണ് ഹൈക്കോടതി സമീപിച്ചത്. ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഈ കേസ് വേഗത്തിൽ തീർപ്പുണ്ടാക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി, ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ നേരത്തെ സുഹൈൽ സൂചിപ്പിച്ച പോലെ കോടതിയിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് അനുകൂലമെന്ന് തോന്നിക്കാവുന്ന ചില നിരീക്ഷണങ്ങളും മറ്റും ഉണ്ടായി എന്നത് ശരിയാണ്. എങ്കിൽ പോലും അന്തിമ തീർപ്പിലേക്ക് വരുമ്പോൾ സ്റ്റേ നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി പുറത്തു വരുന്നത്. അത് ആന്റണി രാജുവിന് തിരിച്ചടിയായി മാറി. ഇനി ഇവിടെ എടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആന്റണി രാജുവിന് പകരം ആരാണ് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലെ സ്ഥാനാർത്ഥി എന്നാണ്. സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിനെ നീക്കിവെച്ച സാഹചര്യത്തിൽ ഇനി സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആന്റണി രാജുവിലേക്ക് വന്നു ചേരുകയാണ്. മറ്റൊരു പാർട്ടിക്ക് മൊത്തത്തിൽ സ്വീകാരണ ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിജയൻ തോമസിനെയും മറ്റും കൊണ്ടുവരാൻ നീക്കം നടന്ന ഘട്ടത്തിൽ ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് ഉടലെടുത്തിരുന്നു. AKG സെൻട്രലിൽ നിന്ന് 13-ാം തീയതി ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആന്റണി രാജുവും പാർട്ടിയുടെ നേതാവായ ആലപ്പുഴയിൽ നിന്നുള്ള പഴയ കുട്ടനാട്ടിൽ നിന്ന് പഴയ MLA ആയ ഡോക്ടർ KC ജോസഫുമായി ചെറിയ തോതിലുള്ള ഒരു വാക്കേറ്റവും മറ്റും ഉണ്ടാകുന്നതും ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സീറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരേണ്ടത് ഇനി ഉത്തരവാദിത്തമാണ്, ആന്റണി രാജുവിന് ഉത്തരവാദിത്തമാണ്. അത് CPM-ന് അക്കാര്യത്തിൽ സമ്മർദ്ദമുണ്ടായിരിക്കും. CPM-നെ കൂടി ആലോചിച്ചായിരിക്കും ആ തീരുമാനത്തേക്ക് വരിക.
ഇതാണ് വിവരങ്ങൾ നൽകി പോന്നിരുന്നത്. പറഞ്ഞതുപോലെ തന്നെ പൊട്ടിത്തെറിച്ചുണ്ടായ പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. ഇപ്പോൾ ആന്റണി രാജു എന്ന സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ പൊതു അഭിപ്രായം ആ പാർട്ടികളിൽ ഉണ്ടാകും. ആന്റണി രാജു മത്സരിക്കുന്നില്ലെങ്കിൽ മറ്റാര് അങ്ങനെ ഒരു പേര് വരുമ്പോൾ അതൊരു പൊതു അഭിപ്രായം ഉണ്ടാകുമോ? പാർട്ടി തന്നെ വീണ്ടും വലിയ തർക്കങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമോ? അതിന്റെ സൂചനകളൊക്കെ പല ഘട്ടങ്ങളിൽ ഈ ചർച്ചകൾ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്ന ഘട്ടങ്ങളിലൊക്കെ പാർട്ടി നേതൃത്വങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ വിവരങ്ങളടക്കമാണ് ശ്രീത് സൂചിപ്പിച്ചത്. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. വിഷ്ണു, ഈ പറഞ്ഞതുപോലെ 3 വർഷത്തെ ശിക്ഷാവിധി വരുന്നു. സെഷൻസ് കോടതിയിലേക്ക് ആദ്യ അപ്പീലുമായി പോകുന്നു. സെഷൻസ് കോടതി തള്ളുന്നു. സ്വാഭാവികമായും ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഈ പറയുന്ന 3 വർഷത്തെ ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊണ്ടി മുതൽ കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി രാജു തുടരെ എല്ലാ കോടതിയിൽ നിരത്തുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? ആന്റണി രാജുവിന്റെ വാദഗതികൾ അതെന്തൊക്കെയായിരിക്കും? ഈ പറഞ്ഞതുപോലെ കനത്ത തിരിച്ചടി ഹൈക്കോടതി ലെവൽ വരെ കിട്ടിയതുകൊണ്ട് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഈ കേസിന്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ? സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹത്തിന് ഒരു അവസാന ശ്രമം എന്ന രീതിയിൽ പോകാം എന്നതേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് മെറിറ്റിലേക്കൊക്കെ കടന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ കാര്യമായ ഒരു പ്രതിഫലനം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ സമയപരിധിയും വലിയ പ്രശ്നമാണ്. 8 ദിവസം മാത്രമാണ് ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അതിന് തീരുമാനമെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത്തവണ ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഈ ശിക്ഷ മരവിപ്പിക്കണം. 3 വർഷം ശിക്ഷ ഉള്ള പശ്ചാത്തലത്തിൽ അത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം അത് തിരിച്ചടി ഉണ്ടാക്കും. അത് മത്സരിക്കാനാകില്ല. അതുകൊണ്ട് ഈ ശിക്ഷ മരവിപ്പിച്ചു തരണം. അതിനുശേഷം ശിക്ഷയിന്മേൽ വാദം നടത്താം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹൈക്കോടതിയിൽ ആന്റണി രാജു മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. താൻ ഒരു ജൂനിയർ അഭിഭാഷകനാണ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ തനിക്ക് എത്രത്തോളം സ്വാധീനം കോടതിയിലുണ്ട് എന്ന കാര്യമൊക്കെ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ സർക്കാർ അന്വേഷണ സംഘം അതൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആന്റണി രാജു ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു എന്തെല്ലാം തെളിവുകളാണ് ആന്റണി രാജുവിനെതിരെ ചെയ്തത്? ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ തന്റെ കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്തതല്ലേ ആന്റണി രാജു എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം ഈ സീനിയർ അഭിഭാഷകനെ പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും അദ്ദേഹം ഒരു ജൂനിയർ അഭിഭാഷകനാണെങ്കിൽ ആ കേസ് എടുത്തിട്ടുണ്ടാവുന്നത് സീനിയർ അഭിഭാഷകനാണ്. എന്തുകൊണ്ട് ആ സീനിയർ അഭിഭാഷകനെ പ്രതി ചേർത്തില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ആന്റണി രാജുവിന് അനുകൂലമെന്ന രീതിയിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ നിരീക്ഷണങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ് കൃത്യമായി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയത്. ഈ വ്യക്തിപരമായ ഒരു ആവശ്യമാണ് ഇലക്ഷനിൽ മത്സരിക്കുക എന്നുള്ളത്. അത് അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. ഒപ്പം തന്നെ നെടുമങ്ങാട് കോടതി കഴിഞ്ഞ 14 മുതൽ 19 വർഷമാണ് കേസിന്റെ വ്യവഹാരങ്ങൾ കേസെടുത്ത് അതിൻ്റെ ഒരു റൺ ഉണ്ടായിരുന്നത്. അത് 19 വർഷങ്ങൾ പരിഗണിച്ചൊരു കേസാണ്. ആ ഘട്ടത്തിൽ ഒരിടത്ത് പോലും ഈ നിയമവ്യവഹാരങ്ങൾ അട്ടിമറിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായി തന്നെ കോടതി ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് ഇത്തരൊരു ശിക്ഷാവിധിയിലേക്ക് പോയത്. അതുകൊണ്ട് കേസിൽ കൃത്യമായ ഈ വിധിയിൽ കൃത്യമായ മെറിറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ സർക്കാരിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ ധരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആന്റണി രാജുവിന്റെ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത നീക്കം എന്ത് എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടത് ആന്റണി രാജുവാണ്. ഇതിന്റെ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ വൈകിട്ടോടുകൂടി പുറത്തു വരും. അതിനുശേഷമായിരിക്കും ഏതെല്ലാം ഘടകങ്ങൾ പ്രധാനമായും ആന്റണി രാജുവിന് തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ബെഞ്ചാണ് ആന്റണി രാജുവിന്റെ അപ്പീൽ ഹർജി പരിഗണിച്ചത്. ആ അപ്പീൽ ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊന്നും ഫലവത്തായില്ല. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.